ബിഗ് ബോസ് മലയാളം സീസൺ 8. അതെ, ബിഗ് ബോസ് മലയാളം 8ാം സീസൺ ഉടനെ വരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ കോമണർക്ക് വേണ്ടിയുള്ള ഓഡിഷൻസും അതിനുവേണ്ടിയുള്ള മത്സരങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ശക്തമായ ഓഡിഷൻ തന്നെയാണ്. അതായത് ഓഡിഷനും അതിനുവേണ്ടിയുള്ള ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഒരു സമയവും ഒക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം എത്തുന്നൊരു കോമണർ എന്ന് പറയുന്നത് അത്രയും കപ്പാസിറ്റി ഉള്ള, കളിക്കാനൊക്കെ നല്ലപോലെ കഴിവുള്ള ഒരാളായിരിക്കണം. കാരണം വെറുതെ ഒരാളെ കൊണ്ടിട്ട് ഒന്നും കളിക്കാനൊന്നും ഇല്ലെങ്കിൽ അവർക്കതൊരു വലിയ നഷ്ടമായിരിക്കും. കാരണം കോമണർ എന്ന് പറയുന്ന ആൾ ഒരു വിജയിയായിട്ട് ഇതുവരെ വന്നിട്ടില്ല. കോമണർക്ക് വിജയിക്കാനുള്ള ഒരു കപ്പാസിറ്റി കൂടി ഉണ്ടായിരിക്കണം എന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മാനദണ്ഡം. അയാൾ സമൂഹത്തിൽ ഉയർന്ന പൊസിഷനിലുള്ള ആളായിരിക്കണമെന്നോ വലിയ ശമ്പളം വേണമെന്നോ വിദ്യാഭ്യാസം വേണമെന്നോ ഒന്നുമില്ല. കാരണം നമ്മുടെ അനീഷ് കോമണറായിട്ട് എത്തിയപ്പോൾ അതേ സമയം തന്നെ ഗോപികയും അതിനു മുൻപ് കോമണറായിട്ട് എത്തിയിരുന്നു. ഒരു ഡിവോഴ്സിയും ഒരു കുഞ്ഞൊക്കെയുള്ള പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പെൺകുട്ടിയായിരുന്നു ഗോപിക. എന്നാൽ അനീഷിന് അത്രയും മുന്നോട്ട് പോകാൻ ഗോപികയ്ക്ക് സാധിച്ചില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. എന്താണെങ്കിലും ബിഗ് ബോസ് പുതുതായിട്ട് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 8ാം സീസൺ എത്തുമ്പോൾ മറ്റു ഭാഷകളിലെല്ലാം ബിഗ് ബോസ് ഒരുപാട് സീസൺ പിന്നിട്ട് കഴിഞ്ഞു ഇപ്പോൾ തന്നെ. എന്നാൽ ഇവിടെ 8ാം സീസൺ എത്തുമ്പോൾ ശരിക്കും ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അവതാരകൻ മാറുകയാണെന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. കുറേ നാളായി ബിഗ് ബോസിന്റെ അവതാരകൻ മാറി സുരേഷ് ഗോപി വരുന്നു എന്ന രീതിയിലൊക്കെ റിപ്പോർട്ടുകൾ എത്തുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ തന്നെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, മോഹൻലാൽ മാറി സുരേഷ് ഗോപി ആയിരുന്നെങ്കിൽ ഈ സാഹചര്യത്തിൽ നല്ല വഴക്ക് കൊടുത്തേനെ, വേണമെങ്കിൽ പോയി തല്ലിയേനെ എന്നൊക്കെ പല എപ്പിസോഡുകളും കണ്ടിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. ഇതെന്താണ് ഈ ലാലേട്ടൻ ഒന്നും പറയാത്തത്, എന്തിനാണ് ചിരിച്ച് തള്ളുന്നത്? അല്ലെങ്കിൽ ഒരു കുറ്റവും ചെയ്യാത്ത ഒരാളെ വഴക്കൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്, അയ്യോ ഇതെന്തിനാണ് ഇങ്ങനെ, ലാലേട്ടൻ എന്താണ് ഇങ്ങനെ എന്ന് നമ്മുടെ ബിഗ് ബോസ് കാണുമ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. കാരണം നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നമ്മുടെ കമൽഹാസനെയും സൽമാൻ ഖാനെയൊക്കെ ആണല്ലോ. ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ അടി എന്ന് പറഞ്ഞാൽ അടിയെന്ന് നിൽക്കുന്ന ഒരാൾക്കാരാണ്. ബിഗ് ബോസിനുള്ളിൽ പോയിട്ടാണെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുന്ന, സ്പോട്ടിന് അവിടെ പോകുന്നു. സൽമാൻ ഖാനൊക്കെ കിച്ചൺ പരിശോധിക്കുന്ന വീഡിയോ ഒക്കെ ഇപ്പോഴും ട്രെൻഡിങ് ആണ്. മലയാളത്തിൽ പക്ഷെ അത്തരത്തിലൊരു ഓളം വേണമെന്ന് തന്നെയാണ് പ്രേക്ഷകർക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയൊക്കെ ആണെങ്കിൽ മറുപടിയൊക്കെ അടിപൊളിയായിട്ട് കൊടുത്തേനെ, നല്ല തർക്കുത്തരം പറയുന്നവർക്കൊക്കെ നല്ലത് കിട്ടിയേനെ എന്നൊക്കെ നമുക്ക് ചിന്തിച്ചിട്ടുണ്ട്. എന്നാൽ ലാലേട്ടൻ പല കാര്യങ്ങൾക്കും മിണ്ടാതിരിക്കും. കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ കണ്ടതാണ്, ലാലേട്ടൻ അധികമൊന്നും പ്രതികരിക്കാൻ പോകാറില്ല. എന്നാൽ ദേഷ്യപ്പെട്ടാൽ അത് നല്ല ദേഷ്യപ്പെടലുമായിരിക്കും. എന്നാൽ ഇത്തവണ ഒരു ലേഡി അവതാരകയാണ് എത്തുന്നത് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിന് ഒരു വലിയ ചരിത്രമായിരിക്കും ഇത്. കാരണം ബിഗ് ബോസ് ഒരു ഭാഷയിലും ലേഡി അവതാരകരില്ല. ഒരു ലേഡി അവതാരക, ഒരു ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു അവതാരക വേണമല്ലോ. അത് മറ്റാരുമല്ല, മമത മോഹൻദാസ് ആയിരിക്കുമെന്നാണ് പറയുന്നത്. ബിഗ് ബോസിന്റെ ഇപ്പോഴത്തെ 8ാമത്തെ സീസണിൽ ഒരു വെറൈറ്റി വേണമല്ലോ. അപ്പോൾ ചിലപ്പോൾ എത്തുന്നത് 2 അവതാരകരായിരിക്കാം എന്നൊക്കെയാണ് ഊഹാപോഹങ്ങളൊക്കെ എത്തുന്നത്.